Welcome friends to the second episode of topic How does the world's greatest investors think? Today we are going to talk about why is it that only 5% of the investors who invest in the market create wealth, whereas the rest 95% does not make any substantial wealth. And we are having again Jaideep Menon to answer the questions which may arise in the minds of many investors. ഞാൻ അതിന് നേരിട്ട് ഉത്തരം പറയുന്നതിന് മുമ്പ് ഒരു ചോദ്യം ഞാൻ തിരിച്ച് ചോദിക്കട്ടെ. Yes Jaideep, ചോദിക്കൂ, എന്താണ് ഈ ക്വസ്റ്റ്യൻ? ഒരു വ്യക്തി ചേട്ടനോട് പറയുകയാണ്, ഞാൻ കഴിഞ്ഞ 10 വർഷമായി ജിമ്മിൽ പോകുന്നുണ്ട്. അത് കേട്ടാൽ അദ്ദേഹം ആരോഗ്യവാനാണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുമോ? ഇല്ല ജയദീപ്, അത് ശരിയാണ്. ജിമ്മിൽ പോയതല്ല പ്രധാനം, ജിമ്മിൽ പോയിട്ട് എന്ത് ചെയ്തു എന്നാണ് പ്രധാനം. എക്സാക്ട്ലി. ഇൻവെസ്റ്റിംഗിലും അത് തന്നെയാണ്. അതായത് ഒരു വ്യക്തി 10 വർഷമായിട്ട് മാർക്കറ്റിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് 10 വർഷത്തെ അനുഭവം ഉണ്ടെന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല. എക്സ്പീരിയൻസ് ഈസ് നോട്ട് മെഷേർഡ് ഇൻ ഇയേഴ്സ്, ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ ലേണിംഗ്. ഒരേ തെറ്റ് 10 വർഷം ആവർത്തിച്ചാൽ അത് 10 വർഷത്തെ എക്സ്പീരിയൻസ് അല്ല, ഒരു വർഷത്തെ എക്സ്പീരിയൻസ് 10 പ്രാവശ്യം ആവർത്തിച്ചതാണ്. ജയദീപ് പറയുന്നത് മാർക്കറ്റിൽ കുറെ കാലം ഉണ്ടായത് കൊണ്ട് വെൽത്ത് ക്രിയേറ്റ് ആവണം എന്നില്ല. ഇല്ല ചേട്ടാ, കാരണം എക്സ്പീരിയൻസ് മാത്രം മതിയാകില്ല, റിഫ്ലക്ഷൻ വേണം, ലേണിംഗ് വേണം, ബിഹേവിയർ മാറണം. ഒരു ഇൻവെസ്റ്റർ എല്ലാ മാർക്കറ്റ് കറക്ഷനും ശേഷവും സ്വയം ചോദിക്കണം, ഞാൻ എന്താണ് ശരി ചെയ്തത്, എന്താണ് തെറ്റ് ചെയ്തത്. ഈ രണ്ട് ചോദ്യങ്ങളാണ് എക്സ്പീരിയൻസിനെ വിശദമാക്കുന്നത്. ജയദീപ് ഇപ്പോൾ പറഞ്ഞ പോലെ ഈ 3-4 അട്രിബ്യൂട്ട്സ്, ലേണിംഗ്, റിഫ്ലക്ഷൻ, ബിഹേവിയർ, എന്താണ് പിന്നെ ഈ ഇൻവെസ്റ്റേഴ്സ് ഈ ഭാഗത്തേക്ക് ചിന്തിക്കാത്തതും ഈ വഴിയിലേക്ക് ഒന്ന് നോക്കി അതനുസരിച്ചുള്ള ഡിസിഷൻ എടുക്കാത്തതും? ജയദീപ്, എനിക്ക് തോന്നുന്നത് അവർ തെറ്റായ ലക്ഷ്യവുമായിട്ടാണ് മാർക്കറ്റിലേക്ക് വരുന്നത്. മിക്ക ആളുകളും റിട്ടേൺസ് നേടാൻ വരുന്നു, വളരെ കുറച്ച് ആളുകൾ മാത്രം ഗുഡ് ഡെസിഷൻസ് എടുക്കാൻ വരുന്നു. ഈ രണ്ടും ഒരുപോലെയല്ല. റിട്ടേൺസ് ആർ ആൻ ഔട്ട്കം, ഡിസിഷൻസ് ആർ എ പ്രോസസ്. റിട്ടേൺസ് നമ്മൾ നേരിട്ട് നിയന്ത്രിക്കാൻ കഴിയില്ല, പക്ഷേ ഡിസിഷൻ മേക്കിംഗ് നമുക്ക് ദിവസവും മെച്ചപ്പെടുത്താൻ കഴിയും. Can you give an example of what you just said? ഒരു കർഷകനെ നോക്കൂ, അദ്ദേഹത്തിന്റെ ലക്ഷ്യം നല്ല വിളവാണ്, പക്ഷേ അദ്ദേഹം എല്ലാ ദിവസവും വിളവ് നോക്കി നടക്കുന്നില്ല. അദ്ദേഹം മണ്ണൊരുക്കും, നല്ല വിത്ത് തിരഞ്ഞെടുക്കും, വെള്ളം നൽകും, കളകൾ പറിക്കും. വിളവ് അതിന്റെ ഫലമായിട്ട് വരുന്നതാണ്. ഇൻവെസ്റ്ററിനും അത് തന്നെയാണ്. നല്ല പ്രോസസ്, നല്ല ഡിസിഷൻസ്, ശരിയായ ഡിസിപ്ലിൻ, വെൽത്ത് അതിന്റെ ഔട്ട്കമാണ്. പക്ഷേ റിയാലിറ്റി ഡിഫറെന്റ് അല്ലേ? ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിലേക്ക് വരുന്നത് റിട്ടേൺ നോക്കിയിട്ടല്ലേ? തീർച്ചയായും ഞാനും റിട്ടേൺസ് ആഗ്രഹിക്കുന്നു, ചേട്ടനും റിട്ടേൺസ് ആഗ്രഹിക്കുന്നു, എല്ലാവരും ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരു മാരത്തോൺ റണ്ണറിന്റെ ലക്ഷ്യം മെഡലാണ്. അതുകൊണ്ട് അദ്ദേഹം ഓരോ 100 മീറ്ററിലും മെഡൽ അന്വേഷിക്കുന്നുണ്ടോ? ഇല്ല. അദ്ദേഹം റണ്ണിങ്ങിലാണ് ശ്രദ്ധിക്കുന്നത്. കാരണം റണ്ണിങ് ശരിയായാൽ മെഡൽ വരാനുള്ള സാധ്യത കൂടും. ഇൻവെസ്റ്റിംഗിലും അത് തന്നെയാണ്. ഗുഡ് ഡിസിഷൻസിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ റിട്ടേൺസ് സ്വാഭാവികമായി ഫോളോ ചെയ്യും. So what you're telling is there is no better opportunity or place other than the market to create wealth, but the investor should have a better process and discipline. Am I right? Exactly. You don't become wealthy by chasing returns. You become wealthy by റിപ്പീറ്റിംഗ് ഗുഡ് ഡിസിഷൻസ്. ഇതാണ് എനിക്ക് തോന്നുന്നത് ഈ വെൽത്ത് ക്രിയേഷന്റെ ഏറ്റവും വലിയ സീക്രട്ട്. മാർക്കറ്റ് പ്രഡിക്ഷൻ അല്ല, സ്റ്റോക്ക് ടിപ്സും അല്ല, പെർഫെക്റ്റ് ടൈമിങ്ങും അല്ല, പകരം വർഷങ്ങളോളം ശരിയായ തീരുമാനങ്ങൾ വീണ്ടും വീണ്ടും എടുക്കാനുള്ള കഴിവ്. So my take from this chat show is that returns are an outcome of a disciplined process which an investor has to follow. Majority of the investors chase returns, but very few follow a disciplined process, and that's the difference between creating wealth and losing. Friends, thank you for watching this chat show. Till we meet again with our next episode, goodbye, take care and best wishes.